ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ശതമാനം കാണിക്കണില്ല. അതിപ്പോൾ ഈ ഒരു മദ്രസൻ്റെ ഫുള്ള് കുട്ടികളെ ഹാജർ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു. ഫുള്ള് ഇതിലൊക്കെ 70% ഹാജറുണ്ട്. ഇപ്പോൾ ഇതിൽ ശതമാനം കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ അടിച്ചാലുള്ളൂ ഇതിൽ ശതമാനം കാണിക്കുക. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ ഇതിലിപ്പോൾ എല്ലാവർക്കും 70% ഹാജറുണ്ട്. ഇനി 70% കുറവ് ഹാജറുള്ള കുട്ടികളാണെങ്കിൽ അപ്പം ഇവിടെ എന്ത് കാണിക്കും? അവർ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ഇതിലിപ്പോൾ അങ്ങനെ കമ്മിയുള്ള ആൾക്കാരില്ല. അപ്പോൾ ആ ചൂസ് ഫയൽ എന്നുള്ള ഇതിപ്പോൾ നമ്മൾ സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഹാൾ ടിക്കറ്റ് എടുക്കാം. നേരെ മറിച്ച് പറയണ ആദ്യം മനസ്സിലാക്കുക. ഇതിലിപ്പോൾ എന്താണ്, ഫുള്ള് കുട്ടികൾക്കും 70% ഹാജറുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹാൾ ടിക്കറ്റ് എടുക്കാൻ കഴിയും. ഇനി ഇതിൽ ഹാജർ കമ്മിയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയ ഹാൾ ടിക്കറ്റ് കിട്ടൂല. അപ്പോൾ എന്ത് വേണം? സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഉടനെ ഏത് കുട്ടിക്കാണോ അവിടെ ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ ആ കുട്ടിക്കും കൂടിയും ഫയൽ അപ്ലോഡ് ചെയ്തതിൻ്റെ ശേഷം സബ്മിറ്റ് അടിച്ചാലേ ഹാൾ ടിക്കറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിലെല്ലാവർക്കും ഹാജർ ഫുള്ളുണ്ട്. അതുകൊണ്ട് നോക്കിക്കോളി, നിങ്ങൾ ഇത് ഞാൻ സബ്മിറ്റ് അടിച്ചപ്പോൾ എന്തായി? സബ്മിറ്റ് ഓക്കെ. കണ്ടോ, ഇവിടെ ഇനി സബ്മിറ്റ് ഇത് കാണിക്കൂല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ഫയൽ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ കുട്ടീൻ്റെയും ഇതുണ്ടല്ലേ ശതമാനം കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് സബ്മിറ്റ് അടിച്ചാൽ. ഇനി നേരെ മറിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് മാർക്ക് കമ്മി ഉണ്ടെങ്കിൽ 70% കുറവുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു സബ്മിറ്റ് എന്നും കൂടി വരികയും ചെയ്യും. ഇവിടെ ചൂസ് ഫയൽ എന്ന് വരും. അപ്പോൾ അവിടെ ഫയൽ കൊടുത്തതിന് ശേഷം നേരെ ഒന്നും കൂടി സബ്മിറ്റ് അടിക്കണം. എന്നെങ്കിലുള്ള എന്ത് ചെയ്യുക, ഹാൾ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സബ്മിറ്റ് അടിക്കുന്നതിൻ്റെ മുമ്പേ സേവ് അടിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിൻ്റെ ഹാജർ തിരുത്തിയാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് അടിക്കണം. എങ്കിലേ അതിൽ സേവ് ആവുള്ളൂ, അല്ലെങ്കിൽ ആവില്ല. എല്ലാം പൂർത്തിയായിട്ട് സബ്മിറ്റ് അടിച്ചെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഹാൾ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും. ഫോം അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മൾ സേവ് അടിച്ച് കഴിഞ്ഞാൽ ഈ അടിഭാഗത്ത് സബ്മിറ്റ് എന്ന് കാണിക്കും. അടിഭാഗത്ത് സേവ് ആക്കി കഴിഞ്ഞാൽ സേവ് ആക്കിയിട്ടില്ലേ ഈ എടുത്ത പണിയൊക്കെ പോകും. അപ്പോൾ ആ കുട്ടികളുടെ ഹാജർ കമ്മിയുള്ള കുട്ടികളുടെ വലതു ഭാഗത്ത് ഇതുപോലെ ഒരു ചൂസ് ഫയൽ എന്ന് കാണിക്കും. ചൂസ് ഫയൽ ഹാജർ കമ്മി ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ നേരെ ഹാൾ ടിക്കറ്റ് എടുക്കുക. ഇതുപോലെ കമ്മി ഉണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ വിട്ട വീഡിയോ ഉണ്ടല്ലോ, അതിൽ പറഞ്ഞില്ലേ കമ്മി കറക്റ്റ് എല്ലാവർക്കും 70% ഹാജറുണ്ടെങ്കിൽ ഒറ്റ സബ്മിറ്റ് അടിച്ചാൽ നേരെ ഹാൾ ടിക്കറ്റ് എടുക്കുക. ഇതിൽ നമ്മൾ ഇപ്പോൾ സേവ് അടിച്ച് ഇനി സബ്മിറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇനി അഥവാ ഈ കുട്ടി പരീക്ഷ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് 0 ആക്കിയാൽ മതി ഹാജർ. അപ്പോൾ നമ്മൾ നേരെ ചൂസ് ഫയലിൽ പോയിട്ട് ആ ഫയലൊന്ന് സെലക്ട് ചെയ്ത് ആ ഫയൽ സെലക്ട് ആയിക്കണോ ഇല്ലേ എന്ന് അവിടെ നമ്പർ കാണിക്കുന്നുണ്ട്. 15 25 47 JPG എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ അടിച്ചു കൊടുക്കുക. സബ്മിറ്റ്. ഇപ്പോൾ സബ്മിറ്റ് ഓക്കെ എന്നായി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതാ ഒരു വട്ടം കൂടി ഇവിടെ സബ്മിറ്റ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ, ഇതെന്താണ്? ഈ സബ്മിറ്റ് ഇപ്പോൾ എന്തായിക്കണത്? കുട്ടിയുടെ ഫോം അവിടെ അപ്ലോഡായി ഓക്കെ എന്നാണ് കാണിക്കുന്നത്. കുട്ടിയുടെ ഫോം എന്തായി? ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വ്യൂ ഫയൽ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. കണ്ട, വ്യൂ ഫയൽ അവിടെ പോയാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോം അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് ഓക്കെ അല്ലേ എന്നാണ് നമുക്ക് ഓഫീസിൽ നിന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ അതും ഓക്കെയാണ്. വീണ്ടും ഒരു സബ്മിറ്റ് അടിച്ച് ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഹാൾ ടിക്കറ്റ് എടുക്കാം. ഇനി ആ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഇവിടെ കാണൂല. ഈ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ എന്ത് ചെയ്യൂല, ഇവിടെ കാണൂല. ഇനി നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഹാൾ ടിക്കറ്റ് എടുക്കേണ്ട അവിടെ പോയിട്ട് പിന്നെ പബ്ലിക് എക്സാം എന്നതിൽ പോവുക, ഹാൾ ടിക്കറ്റ് എന്നതിൽ പോവുക, ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക, 5 എന്ന് എടുക്കുക. ലാംഗ്വേജ് ഏതാ വേണ്ടിച്ചെങ്കിൽ മലയാളം എടുക്കുക. ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺലോഡ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.